പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ദിനം വലിയൊരു ദൈവാനുഗ്രഹത്തിന്റെ ദിനമായി മാറട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ മനസ്സിൽ പറയുന്നുണ്ടാവും, എന്തിനു അച്ഛൻ എല്ലാ ദിവസവും ദൈവാനുഗ്രഹത്തിന്റെ ദിനമാകട്ടെ എന്ന്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എത്രയോ തവണ നിങ്ങൾ വിഷ് ചെയ്തിട്ട് പറയാറുണ്ട് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് ഫാദർ എന്നൊക്കെ പറയാറുണ്ടല്ലേ? ഞാൻ പ്രിയ സഹോദരൻ ചോദിക്കട്ടെ, അതായത് നന്മ ആശംസിക്കില്ലേ? അതിനേക്കാളൊക്കെ എത്രയോ ശ്രേഷ്ഠമാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും ഒരാളെ കാണുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, ഈ ഒരു ദിവസം ഒരു അഭിഷേകമായി മാറട്ടെ എന്നൊക്കെ നമ്മളവിടെ ആശംസിക്കണം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് നിയമാവർത്തന പുസ്തകം 12:4. അവിടെ വചനം വെളിപ്പെടുത്തുകയാണ്, നിങ്ങൾ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത്. ആരെ അനുകരിക്കരുത്? അതായത് വിജാതീയരായ അവരുടെ ഒരുപാട് ഭക്തകൃത്യങ്ങൾ ഉണ്ടാകും, അതിനൊന്നിനും നിങ്ങൾ അനുകരിച്ചേക്കരുത്. അവരെ കൃത്യമായിട്ട് വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ സഭ നമ്മെ പഠിപ്പിക്കുന്നത് മാത്രം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യത്തിൽ നോക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത്. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കാനും തനിക്ക് വസിക്കാനുമായി നിങ്ങളുടെ സകല ഗോത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത സ്ഥലം ഏതെന്ന് അന്വേഷിച്ച് നിങ്ങൾ അവിടേക്ക് പോകണം. അതായത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. ദൈവം പറഞ്ഞത് ദേവാലയമാണെങ്കിൽ ദേവാലയത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കണം. ചില ആത്മീയ ശുശ്രൂഷ കേന്ദ്രങ്ങൾ പറയും, അവിടേക്ക് പോകണം. അല്ലാതെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ അല്ലാതെ ശരിക്ക് മറ്റു വിജാതീയ ആരാധനയുമായി ബന്ധപ്പെട്ട് ഒരു കോംപ്രമൈസിനും നമ്മൾ പോയേക്കരുത്. ഇന്ന് അനേകം കുടുംബങ്ങൾ തകർന്ന് തരിപ്പണായിട്ടുള്ളത് ഈ 1-ാം പ്രമാണ ലംഘനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് നമുക്ക് വലിയ ശ്രദ്ധയോട് കൂടിയിട്ട് സസൂക്ഷ്മം നമുക്ക് പ്രത്യേകിച്ച് പ്രമാണങ്ങൾ, അതിൽ നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുതെന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലുമൊക്കെ വിഗ്രഹങ്ങളായിരിക്കാം, ചില സുഖങ്ങളായിരിക്കാം, ചില ആശയങ്ങളായിരിക്കാം. മക്കളെ, അത് വലിയൊരു അപകടത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുക എന്നത് സ്വർഗം നമുക്ക് താക്കീത് തരുന്നുണ്ട്. ഹല്ലേലൂയ. ഓ ദൈവമേ, യേശു മാത്രം എൻ്റെ ദൈവം, ഈ ഒരു ബോധ്യത്തിൽ എന്നെ ആഴപ്പെടുത്തണം. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.